പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുനാഥൻ്റെ ജീവൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നും ഞങ്ങളുടെ കാതുകളെയും മനസ്സിനെയും ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ എന്നും അവിടുത്തെ സഹനായ വിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ എന്നും താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ മറിയമായ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് എല്ലാ മക്കളെയും, ഈ വചനം കേൾക്കുന്ന ഓരോ മകളെയും ജീവിക്കുന്ന വിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവും ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശുനാഥൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വർണ്ണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ മുതൽ നമ്മൾ 2-ാം ദിവസം പുറപ്പാട് പുസ്തകത്തിൽ നിന്നും കടന്നുപോയി. ഇന്ന് നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു വിക്കനായ ഒരു മനുഷ്യൻ, ഒരു കൊലപാതകിയായ ഒരു മനുഷ്യൻ, കർത്താവ് അവനെ കാണണം. കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവിടുത്തെ രാജ്യത്തെ ഒരുപാട് മക്കളെ ഈജിപ്ത് രാജാവ് പിടിച്ചുകൊണ്ട് പോയി ബന്ധിച്ചിട്ടിരിക്കുക. അവിടെ നിന്നും അവരെ മോചിപ്പിക്കാൻ നമ്മുടെ ജീവിക്കുന്ന ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തത് മോശയാണ്. എന്തുകൊണ്ടാണ് മോശയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? മോശ ചെറുപ്പം മുതൽ വളർന്നു വന്നത് ഹേരോദോസിൻ്റെ കൊട്ടാരത്തിലാണ്, ഭവനത്തിൽ. അവിടെ നിന്നും അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടുപോലെ ഒരുത്തനെ വഴക്കിടുമ്പോൾ അവളെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവൻ ദേഷ്യം കയറി അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ അത് വേറൊരു സ്ഥലത്ത് വഴക്ക് പിടിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ അവനെ കൊന്ന പോലെ ഞങ്ങളെയും കൊല്ലാനാണോ തീരുമാനിക്കാൻ? ഞങ്ങൾ അറിഞ്ഞില്ലെന്നാണ് എഴുതിയെന്ന് പറയുമ്പോൾ അവൻ ആ നാട് വിട്ടു പോകുന്നു. വിദ്യാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി ഒരു കിണറിൻ്റെ അരികിൽ ഇരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മോശയെ തന്നെയാണ്. 3-ാം അധ്യായത്തിൽ നിന്ന് 1 മുതൽ 15 വരെയുള്ള തിരുവചനം. മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജോദായുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവനവിടെ ചെന്ന് അവളുടെ മകളെ വിവാഹം ചെയ്ത് അങ്ങനെ ആ കുടുംബത്തിൻ്റെ അംഗമായി അവൻ ആടുകളെ മേയിച്ച് കഴിയാൻ അവൻ തീരുമാനിച്ചു. ഈജിപ്ത് വിട്ട് ഭയന്ന് ഓടിപ്പോന്നു. ഹല്ലേലൂയ. അവൻ മരുഭൂമിയിലൂടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ മറുകരയിലേക്ക് ആടുകളെ മേയ്ക്കുകയെ. അങ്ങനെ പല സ്ഥലത്തും മേയിച്ച് ആടിനെ നോക്കുന്ന പണിയാണ് അവൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹേറോബിൽ എത്തിച്ചേർന്നു. ദൈവത്തിൻ്റെ മല, ദൈവം സംസാരിച്ച ചില ഒരു മലകളൊക്കെ ഉണ്ട്. അവിടെ അവൻ ആടുകളെ മേയിച്ച് ഇങ്ങനെ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നും ജ്വലിച്ച് ഉയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മുൾപടർപ്പ് അതിങ്ങനെ കത്തി ജ്വലിക്കുകയാണ്, അഗ്നി. പക്ഷേ അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കത്തി തീരുന്നില്ല, കത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
നമ്മളിപ്പോൾ ഒരു കുറേ ഓല വെട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തി ചാരമായി പോലെ, അതുപോലെ ഈ മുൾപടർപ്പ് കത്തുകയാണെങ്കിലും അത് കത്തി തീരണം. പക്ഷെ ഇത് കത്തി തീരുന്നില്ല. അവൻ എത്ര നോക്കി നിന്നിട്ടും കത്തി തീരുന്നില്ല, കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. അവന് പ്രതീക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു. കത്തി ജ്വലിക്കുകയാണ് മുൾപടർപ്പ്. അപ്പോൾ അതിങ്ങനെ വലിയ അത്ഭുതത്തോടെ മോശ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ, ചാമ്പലാകുന്നില്ല. അപ്പോൾ അവനതൊരു ഭയങ്കര അത്ഭുതമായി. ഇതൊന്നും കത്തിത്തീരാത്തത്, കത്തിക്കൊണ്ടേയിരിക്കണം, കത്തിയത് തന്നെ വീണ്ടും വീണ്ടും കത്തുന്നല്ലോ എന്ന് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നു ഒന്ന് കാണട്ടെ. അവൻ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഒറ്റയ്ക്കുള്ളൂ, ഈ മുൾപടർപ്പ് എന്താണ് ഈ കത്തനാനുള്ള കാരണമെന്ന് വിചാരിച്ചിട്ട് ഇവൻ അടുത്തേക്ക് വരും മുൾപടർപ്പിൻ്റെ. ഹല്ലേലൂയ. ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ മനസ്സിൽ പറയുന്നു, മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അപ്പം ഇത് കത്തിക്കുന്നത് ദൂതനാണ്. പക്ഷേ കർത്താവിൻ്റെ കണ്ണ് അവൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ കണ്ണ് ഈ ഈജിപ്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മോശയുടെ മേൽ കർത്താവിൻ്റെ ഒരു കണ്ണും അവൻ്റെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവനെ പിടിച്ചെടുക്കുകയാണ് കർത്താവ്. 4-ാം വാക്യം, അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. എന്താ, അതിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അത് കർത്താവ് കാണുകയാണ്. ദൂതനാണ് ഈ മുൾപടർപ്പ് കത്തിക്കുന്നത്. മോളിൽ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവരിത് കാണാൻ വേണ്ടി അടുത്ത് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത് ഇവൻ അടുത്തേക്ക് വരുമ്പോഴേക്കും അത് കർത്താവ് കണ്ടു. ഹല്ലേലൂയ. മുൾപടർപ്പിൽ ഇതിൻ്റെ മധ്യത്തിൽ നിന്നും ദൈവം അവനെ വിളിച്ചു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് അവനെ വിളിക്കുകയാണ്. മോശ മോശ, 2 പ്രാവശ്യം വിളിക്കുന്നത്. മോശ മോശ 2 പ്രാവശ്യം വിളിക്കുമ്പോൾ അത് കാര്യമായൊരു സ്നേഹം കർത്താവിന് അവൻ്റെ മേലുണ്ടാവും. ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരെയെല്ലാം കർത്താവ് ഉയരങ്ങളിലേക്ക് ഉയർത്തിയിരുന്നു. 2 പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സ്നേഹത്തോടെയുള്ള വിളിയാണ്. അവനെ കർത്താവ് ഉയരങ്ങളിലേക്ക് ഉയർത്തും. ഹല്ലേലൂയ. മോശ മോശ, അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. വിളി കേട്ടു. അപ്പോൾ വിളിയെ മാത്രമേ കേൾക്കുന്നുള്ളൂ, കർത്താവിനെ അവൻ കാണുന്നില്ല. ഉടനെ ഇവൻ പറയുന്നു, ഇതാ ഞാൻ. അവിടെ നിന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്. അപ്പോൾ ഈ കർത്താവിൻ്റെ സ്വരം എന്നൊക്കെ പറയണത് ഇടിമുഴക്കന്മാരുള്ള സൗണ്ടായിരിക്കും. നമ്മളെപ്പോലെയുള്ള പരപരാന്നുള്ള സൗണ്ടൊന്നും ആയിരിക്കില്ല. കാരണം അവൻ ദൈവമാണ്. അപ്പോൾ ആ സ്വരമൊക്കെ കേൾക്കുമ്പോൾ അവൻ ഞെട്ടിയൊന്ന് നിന്ന് വരുന്നുണ്ടാവും. പക്ഷേ ഹല്ലേലൂയ. അടുത്ത് വരരുതെന്ന് കർത്താവ് മോശയോട് പറയും. എന്നിട്ട് പിന്നെ ദൈവമായ കർത്താവ് വീണ്ടും പറയുന്നു, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. നീ കാലിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് അഴിച്ചു മാറ്റുക. കാരണം എന്തുകൊണ്ടായിരിക്കും? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. കർത്താവിൻ്റെ മലയുടെ ഒരു സൈഡിലാണ് ഇത് കത്തുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മലയിൽ എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം എന്താ, പരിശുദ്ധമാണ്. കർത്താവ് പറയുന്നു, അവരോട് സംസാരിക്കുകയാണ് കർത്താവ് സ്നേഹമായിട്ട്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ച് മാറ്റുക. ഹല്ലേലൂയ. അവിടെ നിന്നും തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അവനോട് പറയുന്നു, ഞാൻ
നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അപ്പം മോശ വിചാരിക്കുന്നത് ഇതാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതാരാണ്? ഒരു സംശയം അവൻ്റെ മനസ്സിൽ വന്നപ്പോൾ കർത്താവ് ഉടനെ പറയുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അബ്രാഹത്ത് എന്നിട്ട് യേശു പറയുന്നു, കർത്താവ് പറയുന്നു, അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അപ്പോൾ ഈ അബ്രാഹത്തെയും ഇസാക്കിനെയൊക്കെ മോശയ്ക്കറിയാം. അവരുടെ ദൈവം യേശു പറയും. മോശ മുഖം മറച്ചു. ഇത്രയും കേട്ടപ്പോഴത്തേനും മോശ മുഖം മറച്ചു കളഞ്ഞു. കാരണം കർത്താവ് ദൈവമാണ്, പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് മോശയോട് സംസാരിക്കുന്നത്. അപ്പോൾ മോശ മുഖം മറച്ചു കളഞ്ഞു. അത്ര പവറാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കണ്ടോ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൻ യോഗ്യനല്ല. അവൻ മുഖം മറച്ചു കളഞ്ഞു. നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവിൻ്റെ സ്വരം കേട്ടപ്പോൾ തന്നെ ഭയന്നു, മുഖത്തേക്ക് നോക്കാൻ ഭയന്നു, മുഖം മറച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും അരുളി ചെയ്തു. 7-ാം വാക്യം. കർത്താവ് മോശയോട് സംസാരിക്കുകയാണ്. മോശനെ വട്ടം കയറി പിടിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ഫറവോയുടെ അടുക്കിലേക്ക് ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടാനുള്ള ഒരുക്കങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ ഈജിപ്ത് രാജാവ് കൊട്ടാരത്തിൽ എവിടെയോ കൂട്ടിയിട്ടിരിക്കുകയും അത് മർദ്ദിക്കുകയും അവരുടെ നിലവിളിയെല്ലാം കർത്താവ് കേൾക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ ഓരോ സഹോദരുടെയും ഏറ്റവും പ്രധാനം അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ പ്രാർത്ഥന യേശുനാഥൻ്റെ കാതുകളിൽ എത്തുന്നുണ്ട്. ക്ലേശങ്ങൾ ഞാൻ കണ്ടു, ക്ലേശങ്ങൾ ഞാൻ കണ്ടു. യേശു പറയുന്നു, മേൽനോട്ടക്കാരുടെ ക്രൂരതയും കാരണം അവരിൽ നിന്നും ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. ഉപദ്രവം, പീഡിപ്പിക്കൽ എല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തെന്ന് യേശു മോശയോട് പറയുന്നു. കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. അവരെ അതിനകത്തിട്ട് മർദ്ദിക്കുകയാണ് ഇസ്രായേൽ മക്കളെ. ഈജിപ്ത് ഫറവോയുടെ ഉണ്ടെങ്കിൽ അവരെ വിടുന്നില്ല, മർദ്ദിക്കുന്നുണ്ടാവും പലതും. അപ്പോൾ അവരെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന എല്ലാം ദൈവമായ കർത്താവ് അറിയുന്നു, കേൾക്കുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും 8-ാം വാക്യം, അവിടെ നിന്നും ക്ഷമാകരവും വിശ്വസ്തവും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനും ദിവസിക്കുന്ന സ്ഥലത്തേക്ക് ദിവസത്തിലെ സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. കർത്താവ് പറയുന്നു, ആ സ്ഥലത്തേക്ക് അവരെ നയിക്കാൻ, തേനും പാലും ഒഴുകുന്ന ആ രാജ്യത്തേക്ക് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനാണ് ഞാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു പറയുന്നു 9-ാം വാക്യം, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കരച്ചിലിന് വിലയുണ്ട്. ആരെല്ലാം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുവോ അവിടെ കർത്താവ് പ്രത്യക്ഷപ്പെടും. ഹൃദയം നുറുങ്ങിയുള്ള കരച്ചിൽ, 2 തരം കണ്ണീരുണ്ട്. ഹൃദയം നുറുങ്ങിയുള്ള കരച്ചിൽ, ആരും കാണാതെ ആരെങ്കിലും കാണിച്ചുകൊണ്ടുള്ള കണ്ണീര്, അത് കർത്താവ് നോക്കില്ല. ഹൃദയം നുറുങ്ങി, ഹൃദയം വേദനയോടെ പൊട്ടിക്കരയണ കണ്ണീര് കർത്താവ് കാണും. കർത്താവ് അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും.
ഇസ്രായേലിയുടെ നിലവിളി എന്താ? ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അതാണ് യേശു ഇടപെടുന്നത്. എന്താ? ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്നും ഞാൻ കണ്ടു. അവരുടെ കണ്ണീര് കണ്ടപ്പോൾ യേശുവിന് നോക്കുന്നുണ്ട്. യേശു അവരെ മർദ്ദിക്കുകയാണ്, ക്രൂരമായിട്ട് മർദ്ദിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യണം ഇസ്രായേൽ മക്കളെ. കാരണം ഈജിപ്റ്റ് ഒരു മുസ്ലിം രാജ്യമാണ്, ഇസ്രായേൽ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അപ്പോൾ ക്രൂരമായി മർദ്ദിക്കാൻ അവർക്ക് എളുപ്പം കഴിയും. 9-ാം വാക്യം കേട്ടോ, യേശു പറയുന്നു, ഈജിപ്തുകാർ പ്രത്യേകം എഴുതിയൊക്കെയാണ്, ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. എപ്രകാരമാണ് ഈജിപ്തുകാർ ഈ ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുന്നതെന്ന് ദൈവമായ കർത്താവ് കണ്ടു. ഹല്ലേലൂയ. ആകയാൽ വരും, ഞാൻ നിന്നെ പറവയുടെ അടുക്കിലേക്ക് അയക്കാം. യേശു പറയുന്നു, വരൂ നീ, ഞാൻ നിന്നെ പറവയുടെ അടുക്കിലേക്ക് അയക്കാം. കാരണം പറവയുടെ കൊട്ടാരത്തിലാണ് മോശ വളർന്നു വന്നത്. അപ്പോൾ ഇവന് അവിടെ ഒരു വിലയുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞ് അവിടെ നിന്ന് അവരെ വിടിവിക്കണം. ഹല്ലേലൂയ. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും പുറത്ത് കൊണ്ടുവരണം മോശയോട് പറയണം. കാരണം കർത്താവ് വേറെ ആരെയും നോക്കുന്നില്ല, ഈ മോശയാണ് കയറി പിടിച്ചിരിക്കുന്നത്. അവനോട് പറയണം, നീ വേണം പോകാൻ വേറെ ദിവസത്തിൻ്റെ അടുക്കൽ പോയി നീ സംസാരിച്ച് ഇസ്രായേലായ ദേശത്തെ മക്കളെ ദൈവമായ കർത്താവ് വിടിവിക്കണം എന്ന് പറഞ്ഞ് നീ അവരെ പുറത്ത് കൊണ്ടുവരണമെന്ന് ദൈവമായ കർത്താവ് മോശയ്ക്ക് അരുൾപ്പാട് കൊടുക്കുകയും മോശ ദൈവത്തോട് പറഞ്ഞു. ഇനി ഇത്രയും നേരം ദൈവമായ കർത്താവ് മോശയോട് സംസാരിക്കണം. ഇപ്പോൾ മോശ കർത്താവിനോട് സംസാരിക്കാൻ പോവുകയാണ്. പുറപ്പാട് 3:11. മോശ ദൈവത്തോട് പറഞ്ഞു, പറവയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും പുറത്ത് കൊണ്ടുപോയാലും ഞാൻ ആരാണ്? അവൻ ചോദിക്കുകയാണ്, ഞാൻ ആരാണ്? അവനവിടെ നിന്ന് ഒരാളെ കൊന്ന് ഒളിച്ചോടിയൊക്കെയാണ്. അത് ഫറവോയ്ക്ക് അറിയാം. അങ്ങനെ പേടിച്ച് ഓടിപ്പോകുന്നവർ. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, ഞാൻ ആരാണ് ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ? ഞാനൊരു സാധാരണ മനുഷ്യൻ, അതൊക്കെ ചെയ്യണത് രാജാവല്ലേ എന്നൊക്കെ ഇവൻ കർത്താവിനോട് പറയുന്നു. ഞാൻ ആരാണ്? അവിടെ നിന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പം നീ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ നിന്നാൽ മതി ഉപകരണമായിട്ട്, നിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചോളാമെന്നാണ് യേശുനാഥൻ പറയുന്നത്. പിന്നെ പേടിക്കാനുണ്ടാവും. ഒരു ദൈവമാണ് പറയുന്നത്. ഈ ഭൂമി ലോകം മുഴുവൻ സൃഷ്ടിച്ച സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ യേശു കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായി അല്ലേ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും പേടിക്കണ്ട. എല്ലാം കർത്താവ് നോക്കിക്കോളും. കർത്താവ് വ്യക്തമായി പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വാക്കാണ്, വാഗ്ദാനമാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. എന്തായിരിക്കും? യേശു പറയുന്നത്, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് അടയാളം ഇതായിരിക്കും. നീ ജനത്തെ ഈജിപ്തിൽ നിന്നും പുറത്ത് വന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഈ മലമുകളിൽ നീ ദൈവത്തെ ആരാധിക്കും. ദൈവത്തിൻ്റെ മലയാണത്. ഹല്ലേലൂയ. ഹെറോബിൻ മല. ഹല്ലേലൂയ. ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു,
ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി. മോശ പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. മോശ പോകാൻ റെഡിയായി. അവനവിടെ കയറി ചെല്ലാം. അവനവിടെയുള്ള വളർന്നത് കണ്ട് പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അങ്ങനെ പറയണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും, പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ മോചിപ്പിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ പറയണം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? മോശ ചോദിക്കുന്നു. ഞാൻ പോകാം, ആ ഇസ്രായേലിനെ കെട്ടിയിട്ടിരിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക് ഞാൻ പോകാം, ഇതെല്ലാം പറയും. പക്ഷേ നിന്നെ അയച്ചവൻ്റെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? മോശ കർത്താവിനോട് ചോദിക്കുന്നു. ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. എന്താ പറയണെന്നെങ്കിൽ, ഞാൻ തന്നെ. അങ്ങനെ നീ പറയാം, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ അവർക്ക് അത് പിടികിട്ടും ആരാണെന്ന്. കാരണം ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്, ദശാംശം കൊടുക്കുന്ന മക്കളാണ്. ആഴ്ചയിൽ 6 ദിവസം വർക്കുകയും ഒരു ദിവസം കർത്താവിൻ്റെ ദിവസമായി അവർ ഇപ്പോഴും അന്നും ആചരിക്കുന്ന ഒരു നാടും കൂടിയാണ് ഇസ്രായേൽ. അപ്പം എല്ലാം ദൈവത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനാകുന്നവൻ ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർക്കത് മനസ്സിലാവും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു. വീണ്ടും യേശുനാഥൻ അരുളി ചെയ്ത് പറയേ, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അവിടെ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി അവർ വിശ്വസിക്കും. എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുക. എന്നെ ഈ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ ദൈവമേ, ഈ കേട്ട വചനം ഞങ്ങളെ കഴുകണമേ എന്നും വിശുദ്ധീകരിക്കണമേ എന്നും. ആരെല്ലാം കർത്താവിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുന്നു, ആ ഓരോ മകളെയും സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നമുക്ക് സ്വസ്തി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാവേ മരിയ, ഹാവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ബാക്കി ഭാഗം നാളെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. യേശുവേ നന്ദി.